മെഡിക്കൽ ടെസ്റ്റിന് പോകുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്തോ ബിലിറുബിന്റെ വേരിയേഷൻസ് പലരും കാണിക്കാറുണ്ട്. പൊതുവെ അബ്രോഡിൽ പോകുന്ന സമയത്ത് മെഡിക്കലൊക്കെ എടുക്കുമ്പോഴാണ് ഈ ബിലിറുബിന്റെ ഈ വേരിയേഷൻസ് മിക്കവരും കണ്ടെത്തുന്നത്. മറ്റ് സിംറ്റംസ് ഒന്നും ഇല്ലാതെ ഈ ഒരു വേരിയേഷൻസ് വരുന്നത് പേടിക്കേണ്ടതുണ്ടോ? ഇങ്ങനെ മെഡിക്കലിന് പോകുമ്പോൾ നമ്മുടെ ബിലിറുബിൻ ലെവൽസ് കൂടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ജന്മനാ ബിലിറുബിന്റെ ലെവൽസ് കൂടിയിരിക്കുന്നത് പ്രോബ്ലം ഉണ്ടോ? പലപ്പോഴും ഡോക്ടേഴ്സിന്റെ അടുത്ത് പോകുമ്പോൾ ഇത് ജന്മനാ ഉള്ളതാണ്, പേടിക്കേണ്ടതെന്ന് പറഞ്ഞു വിടാറുണ്ട്. ഗിൽബർട്ട് സിൻഡ്രോം വന്നാൽ എങ്ങനെ ട്രീറ്റ് ചെയ്യണം? ഇതിനെക്കുറിച്ചൊക്കെയാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുവാൻ പോകുന്നത്. ഞാൻ ഡോക്ടർ അഞ്ജലി. ഇന്നത്തെ ഹെൽത്ത് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മറ്റ് ലക്ഷണങ്ങളൊന്നും കാണിക്കാതെ പലപ്പോഴും നമ്മൾ റൂട്ടീൻ ചെക്കപ്പ് ചെയ്യുന്ന സമയത്തോ ഇല്ലെങ്കിൽ അബ്രോഡിലേക്ക് പോകുന്ന സമയത്തായിരിക്കും ബ്ലഡ് ടെസ്റ്റിൽ ഈ ഒരു ബിലിറുബിന്റെ വേരിയേഷൻസ് പലരിലും കണ്ടുവരുന്നത്. ആ ഒരു സമയത്താണ് നമ്മൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വറീഡ് ആവുന്നത്. ഇത് പ്രോബ്ലം ഉണ്ടോ, എനിക്ക് പുറത്തേക്ക് പോകാൻ എന്തെങ്കിലും ഇഷ്യൂസ് ആകുമോ എന്നുള്ള വളരെ സ്ട്രെസ്ഡ് ആയിട്ട് പലരും വിളിക്കാറുണ്ട്. യൂഷ്വലി നമുക്ക് ജന്മനാ ഉള്ള ഒരു ബിലിറുബിന്റെ വേരിയേഷൻസ് ആണെങ്കിൽ നമുക്ക് അബ്രോഡ് പോകാനൊക്കെ നമുക്ക് യാതൊരു തര പ്രോബ്ലംസും ഇല്ല. ബിലിറുബിന്റെ ലെവൽസ് കൂടി നിൽക്കുന്ന കണ്ടീഷൻസ്, ജന്മനാ കൂടി നിൽക്കുന്ന കണ്ടീഷനെ നമ്മൾ ഗിൽബർട്ട് സിൻഡ്രോം എന്നാണ് പറയുന്നത്. ഈ ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് ഒരു ജനറ്റിക് ഡിസീസസ് ആണ്. ബിലിറുബിന്റെ പ്രോസസ്സിൽ ഉണ്ടാവുന്ന ഒരു പ്രോബ്ലം കൊണ്ടാണ് ഈ ഒരു ഗിൽബർട്ട് സിൻഡ്രോം നമുക്ക് വരുന്നത്. ബിലിറുബിൻ എന്ന് പറയുന്നത് നമ്മുടെ RBC സെൽസ് അഥവാ ചുമന്ന രക്താണുക്കളുടെ ഡിസ്ട്രക്ഷൻ ഉണ്ടായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു പിഗ്മെന്റ് ആണ് ഈ ബിലിറുബിൻ എന്ന് പറയുന്നത്. ഇത് പ്രോസസ് ചെയ്യുന്നത് നമ്മുടെ ലിവറിൽ വെച്ചിട്ടാണ്. ഈ പ്രോസസ്സിംഗ് നടക്കാണ്ട് വരുമ്പോൾ നമ്മുടെ ബ്ലഡിൽ ബിലിറുബിന്റെ ലെവൽസ് കൂടുതലായിട്ട് നിൽക്കും. ഗിൽബർട്ട് സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ അൺകോൺജുഗേറ്റഡ് അഥവാ ഇൻഡയറക്റ്റ് ബിലിറുബിൻ ആണ് കൂടുതലായിട്ട് നിൽക്കുന്നത്. ഇവർക്ക് ഡയറക്റ്റ് ബിലിറുബിനും മറ്റ് ലിവർ എൻസൈം ടെസ്റ്റുകളും ഒക്കെ ഇവരിൽ നോർമൽ ആയിട്ടാണ് കണ്ടുവരാറുള്ളത്. ഇവർക്ക് പൊതുവെ സിംറ്റംസ് വളരെയധികം കുറവായിരിക്കും. കാരണം ബിലിറുബിന് വളരെ ചെറിയൊരു വേരിയേഷൻസ് മാത്രമേ ഇവർക്ക് എപ്പോഴും ബ്ലഡിൽ കാണിക്കത്തുള്ളൂ. സോ ഈ ഒരു ചെറിയൊരു വേരിയേഷൻ കൊണ്ട് ഇവർക്ക് സിംറ്റംസ് വളരെയധികം കുറവായിരിക്കും. ചെറിയൊരു കണ്ണിന്റെ അവിടെ ചെറിയൊരു മഞ്ഞപ്പോ അല്ലെങ്കിൽ യൂറിന് ചെറിയൊരു മഞ്ഞപ്പ് പോലെയൊക്കെ ഇവരിൽ കണ്ടുവരാറുണ്ട്. ബിലിറുബിൻ വളരെയധികം കൂടി നിൽക്കുന്ന സമയത്തൊക്കെയാണ് നമുക്ക് സ്കിന്നിന് ചൊറിച്ചിലും അങ്ങനെയൊക്കെ അനുഭവപ്പെടുന്നത്. ഗിൽബർട്ട് സിൻഡ്രോം വരുന്നത് മൂലം നമ്മൾ പേടിക്കേണ്ട യാതൊരു തരം ആവശ്യവുമില്ല. ഗിൽബർട്ട് സിൻഡ്രോം ഉള്ള ആൾക്കാർക്ക് ഒരു ബോണസ് പോലെയാണ്. ഇവർക്ക് പല അസുഖങ്ങൾ വരുവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, മെറ്റബോളിക് ഡിസീസസ്, അതുപോലെ തന്നെ പല ക്യാൻസറിന്റെ പ്രോബ്ലംസ്, ഇപ്പൊ ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ വരുവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് ഈ ഗിൽബർട്ട് സിൻഡ്രോം ഒക്കെ ഉള്ളവരാണെങ്കിൽ. ഒബേസിറ്റി പോലെ വരുന്നതും പല ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസസും മെറ്റബോളിക് ഡിസീസസും വരാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ് ഈ ഒരു ഗിൽബർട്ട് സിൻഡ്രോം ഉള്ളവരിൽ. സോ അതൊരു ബോണസ് ആണ് നമുക്ക്. ബിക്കോസ് ഈ ഒരു ഗിൽബർട്ട് സിൻഡ്രോം എന്ന് പറയുന്നത് നമുക്കൊരു ആരോഗ്യ പ്രശ്നം അല്ലെങ്കിൽ ഒരു വലിയ അസുഖം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. ഇതുമൂലം ചെറിയൊരു ബിലിറുബിന്റെ വേരിയേഷൻസ് നമുക്ക് ബ്ലഡിൽ കാണിക്കുന്നതല്ലാതെ നമ്മുടെ ലിവറിന് എന്തെങ്കിലും ഒരു ഇൻഫെക്ഷനോ അല്ലെങ്കിൽ ലിവർ ഡാമേജോ ഒന്നും ഗിൽബർട്ട് സിൻഡ്രോം മൂലം നമുക്ക് വരുന്നതല്ല. സ്ത്രീകളെ അപേക്ഷിച്ച് പുരുഷന്മാരിലാണ് ഗിൽബർട്ട് സിൻഡ്രോം കൂടുതലായിട്ട് കണ്ടുവരുന്നത്. ഒരു 100 പേരെടുത്താൽ ഏകദേശം 2 മുതൽ 20 വരെയുള്ള ആൾക്കാരിൽ ഗിൽബർട്ട് സിൻഡ്രോം കണ്ടുവരാറുണ്ട്. പിന്നെ ഫാമിലിയിൽ ഒരാൾക്ക് ഉണ്ടെങ്കിൽ വീട്ടിലുള്ള പലർക്കും ജനറ്റിക് ആയിട്ട് വരുവാനുള്ള ചാൻസസും ഉണ്ട്. ഗിൽബർട്ട് സിൻഡ്രോമത്തെ ഒരു ട്രീറ്റ്മെന്റോ അങ്ങനെ എടുക്കേണ്ട ഒരു ആവശ്യമില്ല ഇതിന്. പിന്നെ പല മെഡിസിൻസ് ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. പാരസെറ്റമോളോ അല്ലെങ്കിൽ ചില കൊളസ്ട്രോളിന്റെ ടാബ്ലറ്റ്, TBയുടെ ടാബ്ലറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഒന്ന് ചെറിയൊരു ബിലിറുബിന്റെ വേരിയേഷൻസ് ഇവരിൽ കാണിച്ചേക്കാം. ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ല ഒരു മെഡിസിൻസും ഇങ്ങനെയുള്ളവർ എടുക്കാൻ പാടില്ല. ഗിൽബർട്ട് സിൻഡ്രോം ആണെന്ന് നമ്മൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് നമ്മൾ ചെയ്യണം. ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇൻഡയറക്റ്റ് ബിലിറുബിൻ അഥവാ അൺകോൺജുഗേറ്റഡ് ബിലിറുബിൻ ആയിരിക്കും ഇതിൽ കൂടി നിൽക്കുന്നത്. ഡയറക്റ്റ് ബിലിറുബിൻ നോർമൽ ആയിരിക്കും. ടോട്ടൽ ബിലിറുബിനിലും കുറച്ച് വേരിയേഷൻസ് കാണിച്ചേക്കാം. SGOT, SGPT ഒക്കെ നോർമൽ ആയിരിക്കും. ഗിൽബർട്ട് സിൻഡ്രോം ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മറ്റ് അസുഖങ്ങളാണ് നമ്മൾ റൂൾ ഔട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ബിലിറുബിൻ കൂടി നിൽക്കുന്ന പല അസുഖങ്ങളും ഉണ്ട്. ഹെപ്പറ്റൈറ്റിസ് പോലത്തെ കണ്ടീഷൻസ്, വൈറൽ ഹെപ്പറ്റൈറ്റിസ് A ആയിരിക്കാം, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് B, ഹെപ്പറ്റൈറ്റിസ് Cയിലൊക്കെ നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ വേരിയേഷൻസ് നമുക്ക് കാണിച്ചേക്കാം. ചില സമയത്ത് നമുക്ക് പിത്താശയ കല്ലുണ്ടെങ്കിൽ, ഫാറ്റി ലിവറിന്റെ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ, ആൽക്കഹോളിക് ഫാറ്റി ലിവറോ അല്ലെങ്കിൽ നമുക്ക് ലിവർ സീറോസിസ് ഉള്ള സമയത്തൊക്കെ നമുക്ക് ഈ ഒരു ബിലിറുബിന്റെ വേരിയേഷൻസ് കാണിച്ചേക്കാം. ഒരു USG അബ്ഡോമിനൽ സ്കാനോ അല്ലെങ്കിൽ ലിവർ ഫൈബ്രോ സ്കാനോ ഒക്കെ എടുത്ത് നമുക്ക് ഈ അസുഖങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തതിനു ശേഷം
പിന്നെയും നമ്മുടെ ബിലിറൂബിന്റെ ലെവൽസ് അങ്ങനെ തന്നെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇത് ഗിൽബേർട്ട് സിൻഡ്രോം ആണെന്ന് പറയാം. UGT1A1 എന്ന് പറഞ്ഞിട്ടുള്ള ജീൻ ടെസ്റ്റ് ചെയ്താലും നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ടോ LDH ഒക്കെ ചെയ്യുന്ന സമയത്തൊക്കെ ഇതിൽ ലെവൽസ് ഒക്കെ നോർമൽ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. പിന്നെ ഹിമോഗ്ലോബിന്റെ ലെവൽസും ഇതിൽ നോർമൽ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ഇപ്പൊ ഹിമോലൈറ്റിക് അനീമിയയിലൊക്കെ നമുക്ക് ഹിമോഗ്ലോബിൻ ലെവൽസ് ഒക്കെ വളരെയധികം കുറവായിരിക്കും. പെരിഫറൽ സ്മിയർ ഒക്കെ ചെയ്തതിനു ശേഷം അതും നോർമൽ ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഗിൽബേർട്ട് സിൻഡ്രോം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മറ്റ് അസുഖങ്ങളൊക്കെ റൂൾ ഔട്ട് ചെയ്തിട്ടും ഇൻഡയറക്റ്റ് ബിലിറൂബിൻ കൂടുതലായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കിത് ഗിൽബേർട്ട് സിൻഡ്രോം ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നതാണ്. സോ പൊതുവെ നമുക്ക് അങ്ങനെ ഒരു പേടിക്കേണ്ട ഒരു അസുഖമല്ല ഈ ഗിൽബേർട്ട് സിൻഡ്രോം എന്നുള്ളത്. പക്ഷേങ്കിൽ ഈ പുറത്തേക്ക് പോകുന്നവർക്കൊക്കെ ഈ ഒരു ബിലിറൂബിന്റെ വേരിയേഷൻസ് വരുമ്പോൾ അവർക്ക് വളരെ പേടിയാണ്. എന്തെങ്കിലും റിജക്റ്റ് ആവോ, മെഡിക്കലിൽ വരുമ്പോൾ റിജക്റ്റ് ആവോ എന്നുള്ള പേടി പലരിലും ഉണ്ട്. സോ പലരും അങ്ങനെ വിളിച്ച് ചോദിക്കാറുണ്ട്. ഗിൽബേർട്ട് സിൻഡ്രോം ഒക്കെ ഉള്ളവരാണെങ്കിൽ ഈ മെഡിക്കലിന് പോകുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ ബിലിറൂബിന്റെ ലെവൽസ് നമുക്ക് കൂടാതെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നതാണ്. സോ അതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് ബോഡീനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക, ധാരാളം വെള്ളം കുടിക്കുക. പിന്നെ ഫുഡ് ആ ഒരു സമയത്തൊക്കെ കറക്റ്റ് സമയത്ത് കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഫാസ്റ്റിംഗ് ഒക്കെ ചെയ്ത് നമ്മൾ ഫുഡ് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരിൽ നമുക്ക് ഈ ഒരു ഗിൽബേർട്ട് സിൻഡ്രോം ഉള്ളവരിൽ ഈ ഒരു ബിലിറൂബിന്റെ ലെവൽസ് കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ തന്നെ അമിതമായിട്ട് സ്ട്രെസ് എടുക്കാണ്ടിരിക്കുക, പ്രോപ്പർ ആയിട്ട് ഉറങ്ങുക. ഈ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുമ്പോൾ പലർക്കും ആൻസൈറ്റി ഒക്കെ ഉണ്ടാവും. ആൻസൈറ്റി ഒക്കെ കുറയ്ക്കുക, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ ഈ ഒരു സമയത്ത് ധാരാളമായിട്ട് കഴിക്കുക. ആൽക്കഹോൾ ഹാബിറ്റ് ഉള്ളവരാണെങ്കിൽ ഇങ്ങനെ മെഡിക്കൽ ഒക്കെ വരുന്ന സമയത്താണെങ്കിൽ അത് പൂർണ്ണമായിട്ടും ഈ ഒരു സമയത്ത് ഒഴിവാക്കുന്നതായിരിക്കും അവർക്ക് നല്ലത്. ആൽക്കഹോൾ ഇൻടേക്ക് ഉള്ളവരിൽ ബിലിറൂബിന്റെ വേരിയേഷൻസ് തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. സോ അങ്ങനെ എന്തെങ്കിലും യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ആ ടെസ്റ്റിനൊക്കെ മുന്നേ ആയിട്ട് തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. ഗിൽബേർട്ട് സിൻഡ്രോം ഉള്ള ഫീമെയിൽസിൽ പീരിയഡ്സിനോടനുബന്ധിച്ച് ചെറിയൊരു ബിലിറൂബിന്റെ വേരിയേഷൻസ് ഒക്കെ കാണിച്ചേക്കാം. സോ ആ ഒരു സമയത്തൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അൺനെസസറി ആയിട്ട് പെയിൻ കില്ലേഴ്സ് എടുക്കുന്നതും ഡോക്ടേഴ്സിന്റെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മെഡിസിൻസ് ഒക്കെ എടുക്കുന്നതും ഈ ഒരു സമയത്ത് നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ വെള്ളവും ധാരാളമായിട്ട് കുടിക്കുക. അമിതമായിട്ട് ഓയിലി ഫുഡും ജങ്ക് ഫുഡുകളും ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കഴിക്കുന്നത് ഈ ഒരു സമയത്ത് അവോയ്ഡ് ചെയ്യേണ്ടതാണ്. പിന്നെ ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ നന്നായിട്ട് കഴിക്കുക, നല്ല രീതിയിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, ഷുഗർ ഇൻടേക്ക് ലിമിറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ നോക്കിയിട്ട് നമ്മളൊരു മെഡിക്കലിന് പോകുകയാണെങ്കിൽ നമ്മുടെ ബിലിറൂബിന് അധികം ഒരു വേരിയേഷൻസ് കാണിക്കത്തില്ല. നമ്മൾ അമിതമായിട്ട് ഹെവി ആയിട്ട് വർക്കൗട്ട് ചെയ്യുന്ന സമയത്തും നമുക്ക് ഈ ബിലിറൂബിന്റെ ഒരു വേരിയേഷൻസ് കാണിക്കും. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു മെഡിക്കൽ ഒക്കെ എടുക്കുന്ന സമയത്താണെങ്കിലും ആ ഒരു സമയത്ത് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകളോ അല്ലെങ്കിൽ എക്സസൈസുകളോ ചെയ്യാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നവരിലും ചെറിയൊരു ബിലിറൂബിന്റെ വേരിയേഷൻസ് കാണിക്കാറുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ടും ബിലിറൂബിന്റെ വേരിയേഷൻസ് വരുന്നത് നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. വലിയൊരു ആരോഗ്യ പ്രശ്നം തരുന്ന ഒരു കണ്ടീഷനേ അല്ല. ഇതിനൊരു ട്രീറ്റ്മെന്റ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം ഇതിനെ കൊണ്ട് നമുക്ക് മറ്റു പ്രോബ്ലംസോ ഇഷ്യൂസോ ഒന്നും വരില്ല. പിന്നെ വല്ലപ്പോഴും ഒന്ന് ബ്ലഡ് ടെസ്റ്റുകളും ഒക്കെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. USG അബ്ഡോമിനൽ സ്കാൻ എടുക്കുക. കാരണം ചിലർക്ക് ചില സമയത്തൊക്കെ ഒരു സ്റ്റോണിന്റെ ഇഷ്യൂസോ പിത്താശയ കല്ലൊക്കെ വരാനുള്ള ചാൻസസ് ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നമ്മളൊന്ന് ഇടയ്ക്കൊക്കെ ഇയർലി വൺസ് ഒക്കെ ഒന്ന് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുന്നത് വളരെയധികം നല്ലതായിരിക്കും. സോ ഗിൽബേർട്ട് സിൻഡ്രോം ഉണ്ട്, ബിലിറൂബിന്റെ ഒരു വേരിയേഷൻസ് ജന്മന കാണിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല. യാതൊരു പ്രോബ്ലവും ഇല്ലാതെ നമ്മുടെ ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. ഗിൽബേർട്ട് സിൻഡ്രോം ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി നമുക്ക് നല്ല ബെനിഫിറ്റ്സ് ആണ്. നമുക്ക് ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങളും പല ക്യാൻസേഴ്സ് പ്രിവെന്റ് ചെയ്യുവാനും മെറ്റബോളിക് ഡിസീസസ് കൺട്രോൾ ചെയ്യുവാനും അതുപോലെ തന്നെ ഒബേസിറ്റി പോലത്തെ പ്രോബ്ലംസ് ഇതാക്കാനും ഫീമെയിൽസിലൊക്കെ ആണെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ ഒക്കെ വരുവാനുള്ള ചാൻസസ് വളരെയധികം കുറവാണ്. സോ അതുകൊണ്ട് ഗിൽബേർട്ട് സിൻഡ്രോം ഉള്ള ആൾക്കാർ ലക്കിയാണ്. സോ അതുകൊണ്ട് ആരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. ഈ പറഞ്ഞ ടിപ്പൊക്കെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെഡിക്കലിന് പോകാവുന്നതാണ്. സോ ഈ ഒരു ചെറിയൊരു ഹെൽത്ത് ടിപ്പ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മറ്റൊരു ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം.